കൊള്ളാം, നല്ല തുടക്കം. കല്യാണത്തിന് സമ്മതിക്കേണ്ട പെണ്ണിന്റെ അണപ്പല്ല അട്ടിച്ച് തെറിപ്പിച്ചിട്ട് തന്നെ വേണം സമ്മതിപ്പിക്കാൻ. ഈ പ്രായത്തിനിടയ്ക്ക് ഞാൻ പോലും അവളെ ഒന്ന് തള്ളിയിട്ടില്ല, അറിയാവോ? അതിന്റെ കുഴപ്പമായതൊക്കെ. അമ്മാവാ, സീമന്തിനെ അടിക്കാൻ പറഞ്ഞപ്പോ കേട്ടില്ലെങ്കിൽ ഞാൻ പൊട്ടനാണെന്ന് വിചാരിക്കില്ലേ? പൊട്ടന്മാർക്ക് ആരെങ്കിലും പെണ്ണ് തരൂ? ഐഡിയ. പകരത്തിന് പകരമായിട്ട് സീമന്തിനെ മാഡത്തിനെ കൊണ്ട് സത്യവാ സാറിന്റെ ചെകിട്ട തടിച്ച് പല്ല് തെറിപ്പിച്ചാലോ? അത് ശരിയാവില്ലല്ലേ? എങ്കിൽ നമുക്ക് വേറൊരു നാടകം കളിച്ച് സീമന്തിനെ കൊണ്ട് അമ്മാവന്റെ ചെകിട്ട തടിപ്പിച്ചാലോ? ചെന്ന് സമാധാനിപ്പിക്കല്ലടാ. അപ്പോഴേ എന്താ എന്റെ ബാക്കി കിട്ടിയില്ല. നിനക്ക് കിട്ടിയതൊന്നും പോരെ? ചൂടാവാതെ സാറേ, 4 ഡയലോഗ് പറയാനുള്ള പണം അല്ലേ തന്നുള്ളൂ. ദേ ഇയാളുടെ അടികൊണ്ടേ എന്റെ മേൽവരിയിലെ മയിൽക്കുറ്റി പല്ലിളകി. ദേ ഇങ്ങോട്ട് നോക്കിക്കേ. ഇതിനാരും സമാധാനം പറയും? സമ്മതിച്ചു. നിനക്കിനി എത്ര വേണം? 1000. അയ്യോ, 1000 രൂപയോ? അത് ഇത്ര കൂടി പോയി. ദന്ത ഡോക്ടർമാര് പോലും 200 രൂപയെ ചോദിക്കുള്ളൂ അല്ലേ? ഞാൻ തീരുമാനിച്ചു. 1000 രൂപ കൊടുക്കാനോ? അല്ല, പിന്നെ സീമന്തിനിയോട് മാപ്പ് പറയാം. എനിക്ക് കേൾക്കണ്ടേ നിങ്ങളുടെ മാപ്പും കോപ്പും? സീമന്തിനെ അങ്ങനെ പറയരുത്, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. അയ്യേ, ഒരു പൊതുസ്ഥാപനത്തിൽ വെച്ച് 4 ആള് കാണുക 2 സ്ത്രീകളെ മാറി മാറി കരണത്തടിക്കുന്നതാണോ അബദ്ധം? ചെയ്ത തെറ്റിന് 100 തവണ ഞാൻ മാപ്പ് പറഞ്ഞു കഴിഞ്ഞു. പോരെങ്കിൽ പ്രായച്ചിത്തമായി ഇയാളെ കെട്ടാനും ഞാൻ തയ്യാറാണ്. പോലെ അയ്യടാ, അപ്പൊ അതാണ് തന്റെ മനസ്സിരിപ്പല്ലേ? എന്നാലേ ആ പരിപ്പ് ഇവിടെ വേഗത്തില്ല. എന്നാ വേഗുന്ന പരിപ്പ് ഏതാണെന്ന് പറഞ്ഞ 2 കിലോ വാങ്ങിച്ചിട്ട് വരാം. താൻ എന്നെ കളിയാക്കുക? അതേടി അതേടി, പിന്നെ നിന്നെയൊക്കെ പേടിക്കണ ഞാൻ. മാന്യമായിട്ട് പെരുമാറിയിട്ട് നീ നല്ല വഴിക്ക് വരുന്നില്ലെങ്കിൽ നിന്റെ വഴിക്ക് ഞാൻ വരാടി. നീ എന്താ പറഞ്ഞത്? 4 കാശ് കണ്ടാൽ നട്ടലൂരി കൊടുക്കുന്നവനാ പുരുഷനെന്ന് അല്ലേടി? അടുക്കും തോറും അകലുകയും അകലും തോറും അടുക്കുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് സ്ത്രീ എന്ന് പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പലരും പറഞ്ഞിരിക്കും. അതിന് നീണ്ടിപ്പോകരുത് എടി. നിന്റെ അനാവശ്യമായ ജാട കൊണ്ട് വഴിമുട്ടി പോകുന്നത് നിന്റെ താഴെയുള്ള 3 ജീവിതങ്ങളുടെ ഭാവിയാണ്. ഒരു പെണ്ണിന്റെ ജീവിതത്തിന്റെ വില ശരിക്കും അറിയുന്നവനാണ് ഞാൻ. എനിക്കുമുണ്ട് 2 പെങ്ങന്മാർ. ഹരി എന്റെ സ്വന്തം അനിയനെ പോലെയാണ്. സത്യം പറഞ്ഞാൽ അവന് വേണ്ടി കൂടിയാണ് ഞാൻ ഈ കളിക്കൊക്കെ കൂട്ടുനിന്നത്. അല്ലാതെ നിന്നോടുള്ള പ്രേമം മൂത്തിട്ടൊന്നുമല്ല. പക്ഷേ ഇപ്പോഴും ഞാൻ പറയുന്നു, നിനക്ക് സമ്മതമാണെങ്കിൽ ഐ ലവ് യു. എന്തായി? എന്താവാൻ? അവസാനം ഒരു നോട്ടം നോക്കി, അതിന്റെ അർത്ഥം എനിക്ക് പിടികിട്ടില്ല. ഞാൻ പോന്നു. മിസ്റ്റർ ഹരി, താൻ ആർതർ വില്യം ഡൊണാൾഡിന്റെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന പുസ്തകം വായിച്ചിട്ടുണ്ടോ? ഇല്ല. ലാലേട്ടന്റെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്നുള്ള സിനിമ കണ്ടിട്ടുണ്ട്. ഈ പുസ്തകം ഞാൻ പിന്നെ വായിച്ചോളാം, പോരെ? തന്നെ കൊണ്ട് വായിപ്പിക്കാൻ വേണ്ടി ചോദിച്ചല്ല. ആ പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. അതും ഈ വിവാഹവുമായി. ആ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, 90% മറ്റുള്ളവർക്ക് വേണ്ടിയും 10% മാത്രം തനിക്ക് വേണ്ടിയുള്ള ജീവിതമാണ് യഥാർത്ഥ ജീവിതമെന്ന്. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തു. എന്റെ അനിയത്തിമാരുടെ ഭാവിക്ക് ഞാനൊരു പാരയാകുന്നില്ല. നിങ്ങളുടെ എല്ലാം താല്പര്യം കണക്കിലെടുത്ത് ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കുന്നു. നേരാണോ? ശ്രീമന്തിരി ചേച്ചി കല്യാണത്തിന് സമ്മതിച്ചു. സത്യവാൻ സാർ, അല്ലാതെ പിന്നെ ആര്? അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഈ വിവാഹത്തിന് ഞാൻ തയ്യാറല്ല. ഒന്നുകളെ പെൺകുട്ടികളായ ഇത്ര അഹങ്കാരം പാടില്ല. ചേച്ചി സുമുഖനൊരു കുഴപ്പം? അയാൾക്കൊരു കുഴപ്പമില്ല, പക്ഷെ എനിക്കിത് വേണ്ട. നോക്കുമോളെ, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ മനസ്സും ശരീരവും ഒരു പുരുഷന്റെ സ്വാധീനത്തിലായാൽ മാത്രമാണ് അവൾ യഥാർത്ഥത്തിൽ ഒരു പെണ്ണാവുന്നതെന്ന് ബിൻ ലാദന്റെ ഫസ്റ്റ് നൈറ്റ് അറ്റ് പെന്റഗൺ എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. കിട്ടേണ്ടത് കിട്ടിയപ്പോൾ ചേച്ചി ഇങ്ങനെ കാലം മാറിയെന്ന് എനിക്കറിയാം. ചേച്ചി പ്ലീസ്. ഇല്ല ഇല്ല ഇല്ല. യൂസ്ലെസ്. ബാഗ് സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? സോറി മാഡം, ഈ സാറന്മാരൊക്കെ എപ്പോ കണ്ടാലും സല്യൂട്ട് ചെയ്യണമെന്നാണ് മുതലാളി പറഞ്ഞേക്കണത്. പോടാപ്പുറത്ത്. മോർണിംഗ് വന്നേ. ഇതാണ് എന്റെ 3ാമത്തെ മകൾ സുഹാസിനി പിള്ള. വലിയ നടിയാ. കുരുത്തം കെട്ടവളല്ലേ? കുരുത്തം കെട്ടവൾ സീരിയലില് കുരുത്തം കെട്ടവളായിട്ട് അഭിനയിച്ചോണ്ടിരിക്കുക. നമ്മൾ എന്തെങ്കിലും കണ്ടില്ലേ? മോളെ, ഇവരാണ് നമ്മുടെ സുകേശിനിയെ പെണ്ണ് കാണാൻ വന്നിരിക്കുന്നവര്. ഇതാണ് ചെറുക്കൻ. ഗ്ലാസ് തിരിഞ്ഞു പോയി. എന്താടി? ഒന്നിങ്ങ് വന്നേ. ഞാനിപ്പോ വരാം. എന്താ അവൾക്ക് ഇനി ഒരുങ്ങിയില്ലേ അവള്? എന്താടി? ചേച്ചിയോട് റെഡിയാവാൻ പറഞ്ഞിട്ട് റെഡിയാവുന്നില്ല.
വളരെ ബുദ്ധിമുട്ടിയിട്ടാ ഞാൻ അല്ല ഹരി ഇതൊക്കെ ഒപ്പിച്ചെടുത്തത്. അപ്പൊ ഒരുമാതിരി ഞഞ്ഞാവിഞ്ഞ സ്വഭാവം കാണിച്ചാണ്ടല്ലോ വെട്ടി നുറുക്കി ഞാൻ പട്ടിക്കിട്ട് കൊടുക്കും. വേഗം ഒരുങ്ങുക. അച്ഛന് ചെലവില്ലാണ്ട് കാര്യം നടക്കാൻ വേണ്ടി ഒരു വലിയടാകാനൊന്നും എന്നെ കിട്ടില്ല. കൊച്ചി രാജാവിന്റെ കൊച്ചുകൊണ്ടുവരുന്നതാണ് നിന്റെ വിചാരം? എന്താ അമ്മാവ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. ഇവക്കെന്തോ ഒരു താല്പര്യക്കുറവ് പോലെ. അതെന്താ? ആ എന്താ ചേച്ചി പ്രശ്നം? സുമുഖം നല്ല പയ്യനാ. ആ അയാളെ കുറിച്ച് എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടല്ല ഹരി. പക്ഷേ പറയൂ. അത് എനിക്കൊരാളെ ഇഷ്ടമാണ്. സംഗതി ഇപ്പൊ എളുപ്പമായല്ലോ. പറഞ്ഞു കൊടുക്കേ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. കുറച്ചു നാളെ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് പുള്ളിക്കാരൻ എന്നോട് അല്പം പിണക്കത്തില്ല. അയ്യോ അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. ചേച്ചി ആളെ കാണിച്ചതാ, ബാക്കി കാര്യം ഞാൻ ഏറ്റു. എന്താ വളരെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു? പ്രേമേട്ടനിപ്പോ എന്നോട് സംസാരിക്കാൻ പോലും സമയമില്ലാണ്ടായില്ലേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഈ ഒഴിഞ്ഞുമാറ്റം? വളച്ചിട്ടില്ല, കാര്യം പറ. എനിക്ക് അല്പം തിരക്കുണ്ട്. വീട്ടിൽ എന്നെ കല്യാണത്തിന് നിർബന്ധിച്ചോണ്ടിരിക്കുക. അത് നല്ല കാര്യമല്ലേ? കഴിച്ചോ കഴിച്ചോ. പ്രേമേട്ടൻ അത് പറയാം. മറ്റൊരാളെ ഭർത്താവായി സങ്കല്പിക്കാൻ പോലും എനിക്ക് പറ്റില്ല എന്ന് പ്രേമേട്ടൻ അറിഞ്ഞൂടെ? ഓ തുടങ്ങി. എടി മോളെ, ഇന്നത്തെ ലോകം വളരെ ഫാസ്റ്റാ. കമ്പ്യൂട്ടർ പോലും പഴഞ്ചനായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാടോടുമ്പോ നടുവേ ഓടില്ലെങ്കിൽ കാലിടത് വീണു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആ ഇതൊക്കെയാ നിന്റെ കുഴപ്പം. എന്നെയും എന്റെ ടേസ്റ്റുകളെ മനസ്സിലാക്കാൻ നിനക്ക് കഴിയുന്നില്ല. ഡെസ്റ്റിമോണയുടെ തിളങ്ങുന്ന കണ്ണുകളും ക്ലിയോപാട്രയുടെ ശരീരഘടനയും മൊണിക്ക ലെവൻസ്കിയുടെ ശബ്ദമാധുര്യമുള്ള ഒരു പെണ്ണാണ് എന്റെ സങ്കല്പത്തിലെ ഭാര്യ. അല്ല നിന്നെ പോലെ തലയിൽ എണ്ണയും തേച്ച് ഹാഫ് സാരി കൊടുത്ത് സെൽപ്പർ ചെരുപ്പൂട്ട് നടക്കുന്ന നാടൻ പെണ്ണിനെ അല്ല. ആ എനിക്ക് പോയിട്ട് അല്പം തിരക്കുണ്ട്. ഇനി എപ്പോഴാ കാണാ? കാണണ്ട. അപ്പൊ പ്രേമൻ ഈ പ്രേമം അവസാനിപ്പിക്കാൻ കാരണം സുകേഷിന് മോഡേൺ അല്ല എന്ന ഒറ്റ പ്രശ്നം കൊണ്ടാണല്ലേ? എന്നാ പിന്നെ ഇനി ഒരു ഒറ്റ മാർഗേ ഉള്ളൂ. പ്രേമൻ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഒരു പടി മോഡേൺ ആകുക നമ്മുടെ സുകേഷിന് ചേച്ചി. അയ്യോ ഇത് നല്ല ഐഡിയ. എന്തിനാ ഒരു പടി? ടാക്സ് കൊടുക്കണ്ടല്ലോ, ഒരു 4-5 പടി ആയിക്കോട്ടെ. ഞാൻ അറിയാത്ത പുതിയൊരു പെണ്ണ് ഈ സിറ്റിയിലോ? അപ്പൊ പൊരുത്തിട്ടേ ഉള്ളു കാര്യം. അയാൾ പുറകെ വരുന്നുണ്ട്. ആര്? പ്രേമേട്ടൻ. എന്നെ മനസ്സിലായിട്ടില്ലെന്നാ തോന്നുന്നേ. താനകത്തേക്കല്ലേ? ഞാൻ നോക്കാം. ഗുഡ് മോർണിംഗ് സാർ. എന്താടോ? സാർ എങ്ങനെയെങ്കിലും എന്നെ തിരിച്ചെടുക്കണം സാർ. ഞാൻ എന്റെ പഴയ സ്വഭാവം എല്ലാം മാറ്റി ഒരു പുതിയ മനുഷ്യനായി ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുക. നീ ഉടനെ ഒന്നാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിൽ അടുത്ത ബോർഡ് മീറ്റിംഗിൽ സംസാരിച്ചു നോക്കാം. ബാക്കിയുള്ളവരുടെ അഭിപ്രായം കൂടെ അറിയണമല്ലോ. അത് മതി സാർ. പക്ഷെ ബാക്കിയുള്ളവരോട് എന്നെ കുറിച്ചുള്ള അഭിപ്രായം മാത്രം ചോദിക്കരുത് സാർ. ശരി താൻ പോയിക്കോ. ശരി സാർ. സാർ ചോദിക്കുന്നുണ്ട്, മറ്റൊന്നും തോന്നരുത്. ഇപ്പൊ ഇങ്ങോട്ട് കേറിപ്പോയ പെൺകുട്ടി ആരാണ് സാർ? അതെന്റെ പെങ്ങളുടെ മോളാ, കീർത്തി മേനോൻ. കീർത്തി പ്രേമാനന്ദൻ. എന്താ പറഞ്ഞ? ഏയ് ഒന്നുമില്ല സാർ. ആ ഹലോ. കീർത്തി, ഇത് പ്രേമാനന്ദൻ എന്റെ ഓഫീസിലെ സ്റ്റാഫ് ആയിരുന്നു. ആയിരുന്നു എന്നല്ല, ആണെന്ന് പറഞ്ഞ സാർ. ഇപ്പോഴും ആണ്. അങ്കിൾ ഞാൻ ഒന്ന് പുറത്തു പോയിട്ട് വരാം. ബൈ. ബൈ. ബൈ സാർ. ഞാൻ പോട്ടെ സാർ. നിൽക്ക്.
അങ്ങനെ അങ്ങ് പോയാലോ? എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താ സാർ? നമ്മുടെ ഈ കുക്കിംഗ് ഗ്യാസ് 40 രൂപയെന്ന് 20 രൂപ ആക്കിയതിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ? എനിക്ക് ഇതിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒരു അഭിപ്രായം ഇല്ല സാർ. ഞാൻ പോട്ടെ സാർ. അല്ല നിക്ക്, നമ്മുടെ ഈ എഴുത്തുകാരി അരുന്ധതി റോയിയെ ഒരു ദിവസം മാത്രം അകത്തിട്ടതിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഒരു ദിവസം മാത്രം അകത്തിട്ടതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്നുള്ളത് ഞാൻ അടുത്ത ചോദിച്ചിട്ട് പറയാം സാർ. ഞാൻ പോണു സാർ. വട്ടായിപ്പോയി. വരുന്നുണ്ട് വരുന്നുണ്ട്. ആ വേഗം കേറിക്കോ, അവൻ കണ്ടെന്നാ തോന്നുന്നേ. വേഗം വേഗം വേഗം. പ്രേമിയുടെ നമ്മുടെ പുറകെ വരുന്നുണ്ട്. അവനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചേ. അവന്റെ മുഖത്ത് പ്രേമ പാരവശ്യം ഉണ്ടോ? ഉണ്ട്. അവന്റെ മുഖത്ത് വികാര വിക്ഷുബ്ധത ഉണ്ടോ? ഉണ്ട്. അപ്പൊ നമ്മുടെ പ്ലാനിങ്ങിന്റെ 1ാം ഘട്ടം ഓക്കെ. ഇനി പ്ലാനിങ്ങിന്റെ അടുത്ത ഘട്ടത്തിന്റെ വിജയം നിന്റെ കാലിലായിരിക്കുന്നത്. എന്റെ കാലിൽ? അതേടാ. എന്ത്? ഒരു സഡൻ ഓപ്പറേഷൻ. ആ ഞാൻ ഏറ്റു. മരം മരം. നല്ലൊരു കൊമ്പായിരുന്നു. ഓടിച്ചല്ലോ. എവിടെ നോക്കിയാടാ നീ വണ്ടി ഓടിക്കുന്നത്? സോറി, ഞാൻ ഈ കുട്ടിയെ നോക്കി ഇങ്ങനെ വണ്ടി ഓടിക്കാൻ സാമാന്യ മര്യാദക്ക് ബ്രേക്ക് ഔട്ട് നമ്മൾ പറഞ്ഞൂടെ? പിന്നെ നാട്ടുകാരത്ത് പറഞ്ഞിട്ടില്ല ആൾക്കാർ കയറിയിടുന്ന ബ്രേക്ക് ഔട്ട് നോക്കെ. അത് ശരിയാ. കീർത്തിക്ക് വല്ലതും പറ്റിയോ? ഏയ് ഇല്ല. അത് മതി, അത് മതി. ഞങ്ങളെ ഇന്ന് വല്ലതും പറ്റുന്നതിന് മുമ്പ് മോൻ പോ. വാടാ വാടാ. ചെല്ലേ. ഞാൻ പോട്ടെ. ഓ യാത്രയൊക്കെ പറഞ്ഞോലെ തന്നെ. പോ പോടാ. വേഗം കേറ്. അടുത്ത കൊമ്പ് ഓടിക്കാൻ നോക്ക്. പോടാ. ഹലോ. ഹലോ, കീർത്തിയല്ലേ? ഏത് കീർത്തി? ആ അതെ അതെ അതെ. കീർത്തി മേനോൻ ഹിയർ. ഹു ആർ യു? ഞാൻ പ്രേമാനന്ദൻ. ഇന്നലെ കാറിന്റെ പിന്നിലിടിച്ച സത്യവാസാറിന്റെ കമ്പനി വർക്ക് ചെയ്യുന്ന ഓ ഇപ്പൊ മനസ്സിലായിട്ടോ. എന്തിനാ വിളിച്ചേ? ഏയ് പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്ത് കാര്യം? അത് നേരിട്ട് പറയാം. ഞാൻ പുറത്തുണ്ട്, ഒന്ന് വരാമോ? ഹലോ, ഒരു കാര്യമുണ്ട്. കേൾക്കുന്നില്ല. ഇറങ്ങി വരാം. ആ കല്ലിൽ കല്ലിൽ. വാച്ച്മാൻ പിടിക്കണം അവരെ. യെസ് സാർ. ആരാണ്? സത്യവാസാറിന്റെ തലയെ കല്ലെറിഞ്ഞവനെ പിടിക്കാനല്ലേ ഓടുന്നത്? അതെ. എന്താ? ഞാൻ പിടിച്ചു കൊടുത്തു. എപ്പം? ഇപ്പൊ പിടിച്ചു കൊടുത്തു. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. എടാ മണ്ട, നിനക്ക് സമയത്ര ഭവാനെ. നീ വീണ്ടും വന്നോ? വരാൻ നിവൃത്തിയില്ല സാർ. നിനക്ക് നാണോ ഇല്ലേ? സാറിനെ പോലെ ഒരു വലിയ മനുഷ്യന്റെ മുമ്പിൽ ഇത്തിരി നാണം കിടന്ന ഒരു അന്തസ്സല്ലേ സാർ? ഹരി, നീ ഇവിടെ ഉണ്ടായിരുന്നോ? അപ്പൊ പിന്നെ കാര്യങ്ങളൊക്കെ എളുപ്പമായി. നിങ്ങൾക്ക് എന്നോട് ദേഷ്യമാണെന്ന് എനിക്കറിയാം. ദാ ഇത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്പെഷ്യൽ ആയിട്ട് വാങ്ങിച്ചോണ്ട് വന്നാണ്. എടാ ഫോറിനാണ്, 1500 രൂപ. പറ്റില്ല. നീ കൊണ്ട് പോകാൻ നോക്കി. സാർ, എന്റെ ആത്മാവിന് ഗതി കിട്ടാൻ വേണ്ടിയെങ്കിലും നിങ്ങൾ സ്വീകരിക്കണം. എല്ലാത്തിനും മാപ്പാക്കണം സത്യവാൻ സാറേ, പ്ലീസ്. സത്യവാന്, ഞാൻ ആലോചിക്കായിരുന്നു, ഏജ് ഓവറായിട്ടും എന്താടാ കോപ്പ നീ ഒരു കല്യാണം കഴിക്കാത്തത്? അല്ല സാർ എന്താ ഒരു കല്യാണം കഴിക്കാത്തതെന്ന്? അത് കശുവണ്ടി മിക്സറും കൂടി കഴിച്ചിട്ട് ഇനി ഒരു കല്യാണം കൂടി കഴിക്കാനുള്ള കപ്പാസിറ്റി ഇപ്പോഴില്ല. സാർ, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം, അല്ലെ പിന്നെ ദുഃഖിക്കും. നീ കൂടുതൽ ദുഃഖിക്കണ്ട. ഞങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം തീരുമാനിച്ചു കഴിഞ്ഞു. കേക്കുമ്പോ ഞെട്ടരുത്. ഞാനും ഒരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. കൺഗ്രാചുലേഷൻസ്. കൺഗ്രാചുലേഷൻസ്. ഏതാടാ പെണ്ണ്?
കിറ കീർത്തി മേനോൻ. അവളേത് തരക്കാരിയാണല്ലോ നീ കിട്ടുവോ? അവളേത് തറക്കാരിയാണെങ്കിലും ഞാൻ അവളെ കെട്ടും. ഉറപ്പ്? ഉറപ്പ്. ആ എങ്കിൽ സാറിന്റെ തലയെ കൈ വെച്ച് സത്യം ചെയ്യും. സത്യവാൻ സാറാണ് സത്യം. ഞാൻ വാക്ക് പറയോ അവളെ ചതിക്കുകയോ ചെയ്താൽ സാറിന്റെ തല 8ആയി പൊട്ടിത്തെറിക്കട്ടെ. അയാ എന്താ സാർ ഇതെന്താ സാർ സാറിന്റെ നല്ലൊരു മഴ? ഏതോ തന്തയില്ലാത്ത തെണ്ടി കല്ലെടുത്തെറിഞ്ഞതാടാ. പക്ഷെ അവൻ ഓടിക്കളഞ്ഞു. റിയലി സോറി. എങ്കിൽ ഈ കല്യാണം ഫിക്സ്. ഓക്കെ.